സ്പീക്കറുടെ വാക്കുകൾ അത് നിർണായകമാണ്. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് നിയമസഭ. രാഹുലിനെ അയോഗ്യനാക്കുന്നതിൽ നിയമോപദേശം തേടുമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നത് മോശം സന്ദേശം നൽകുമെന്നും സ്പീക്കർ AN ഷംസീർ. ഷംസീറിന്റെ വാക്കുകൾ. നിയമത്തിൻ്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് MLA മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. തീർച്ചയായും രാജ്കുമാറിലേക്ക് കൂടി പോകാം. കാരണം AN ഷംസീർ സ്പീക്കറാണ്. സ്പീക്കർക്ക് MLA യുടെ കാര്യത്തിൽ, അതായത് MLA മാർക്ക് ലഭിക്കുന്ന അറസ്റ്റിൻ്റെ പ്രിവിലേജുകളിലൊക്കെ ഉണ്ട് എന്ന രീതിയിലുള്ള പല വിധത്തിലുമുള്ള വാദങ്ങൾ. പക്ഷേ അങ്ങനെയൊന്നുമല്ല AN ഷംസീർ കൃത്യമാക്കുന്നു. മാത്രമല്ല, ഇത് കേവലമായ ഒരു ആരോപണമല്ല, ഒരാരോപണമല്ല, തുടരെ ഒരേ സ്വഭാവത്തിലുള്ള ഗൗരവമായ ആരോപണങ്ങൾ എത്തുന്നു. അതൊരു MLAക്കെതിരെ എത്തുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് എത്തിക്സ് കമ്മിറ്റിക്ക് അടക്കം, പ്രിവിലേജ് കമ്മിറ്റിക്ക് അടക്കം വിട്ടതിന് ശേഷം നിയമോപദേശം തേടി അയാളെ അയോഗ്യനാക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതമായിരിക്കുന്നു. ഇത് അപൂർവ സംഭവമാണെന്ന് AN ഷംസീർ സ്പീക്കർ പറയുകയാണ്. അത് നിർണായകമാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധത്തോടെ അലയടിക്കുകയാണ്. ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി നിൽക്കുന്നു. ഈ ജനറൽ ആശുപത്രിയിലെ 2 വഴികളുണ്ട്. 2 വഴി കൂടെയും ഈ ജീപ്പിനകത്തേക്ക് കയറ്റി മജിസ്ട്രേറ്റിന്റെ വീടിന്റെ വസതിയിലേക്ക് എത്തിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏത് വഴി കൂടെ ഇറങ്ങിയാലും 2 വഴികളിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ, പ്രതിഷേധക്കാർ ഉറച്ചു നിൽപ്പുണ്ട്. ഏത് വഴിയിലാണെങ്കിലും ഡിവൈഎഫ്ഐ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ആ ഒരു ചൂട്, ആ ഒരു പ്രതിഷേധത്തിന്റെ ചൂട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡനത്തിന് അല്ലെങ്കിൽ ആ പീഡനത്തിന്റെ പരാതിയിൽ ഇപ്പോൾ അകത്താകുമ്പോൾ, അതേസമയം തന്നെ ഡിവൈഎഫ്ഐയുടെ മറ്റൊരു രാഹുൽ ഇവിടെ പൊതിച്ചോറ് നൽകിക്കൊണ്ട് ചുട്ട മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നുണ്ട്. ഇതും ഈ പറയുന്നത് പോലെ ഒരു പ്രത്യേകതയുള്ള ഒരു നിയോഗം തന്നെയാണ്. ഇതിനൊക്കെ ഒരു കാവ്യനീതി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളാണ് തുടരുന്നത്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിലാണ് സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ, ബലാത്സംഗത്തിൻ്റെ പേരിൽ, തുടരെയുള്ള ബലാത്സംഗത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം ഇതാ കൈവിലങ്ങുകൾ വെച്ച് പോകാൻ പോകുന്നത്. രാജ്കുമാർ, നിരവധി കാവ്യനീതികളുടെ സമ്മേളനമാണ് ഇവിടെ. തീർച്ചയായിട്ടും ഇത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടി കൂടിയാണ്. അഹങ്കാരത്തിൻ്റെയും ഹുങ്കിൻ്റെയും ഒരാൾ രൂപം കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോൺഗ്രസ് നേതാക്കളെ പോലും ധിക്കരിച്ചുകൊണ്ട്, കോൺഗ്രസ് നേതാക്കളെ, മുതിർന്ന നേതാക്കളെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സൂട്ട്കേസ് വിവാദത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ അത് പരിശോധിച്ച ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരോടൊക്കെ ഏത് രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം. ധിക്കാരത്തിൻ്റെയും ഹുങ്കിൻ്റെയും അഹന്തതയുടെയും ഒരാൾ രൂപമായ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇരയായിട്ടുള്ള അതിജീവിതകളാണ് ചുട്ട മറുപടി നൽകിയത്. അതിജീവിതകളുടെ ആ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അവരിപ്പോൾ 3 പരാതിയായി രംഗത്ത് വന്നതോടുകൂടി 2 പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഒരു പരാതിയിൽ അയാൾ പെട്ടു. പോലീസ് വളരെ തന്ത്രപരമായി അയാൾക്ക് നീങ്ങാനുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം, ഒളിവിൽ പോകാനോ ഒന്നും അവസരം നൽകാതെ പാലക്കാട് ആ ഒരു ലോഡ്ജിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് സുഖവാസത്തിലായിരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്തതോടെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മൊത്തവും കൈവിട്ടുപോയി. കോൺഗ്രസ് നേതൃത്വം അപ്പാടെ എല്ലാം പുറത്താക്കി എന്ന് പറയുമ്പോഴും പാലക്കാടുള്ള പ്രാദേശിക നേതൃത്വം, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു സമൂഹം അവിടെയുണ്ട്. സ്വാഭാവികമായും അവിടെയാണ് അതിജീവിതകൾ അല്ലെങ്കിൽ അതിജീവിതങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേരള സമൂഹത്തിന്റെ വലിയൊരു ആശങ്ക. ഇതുപോലൊരു പീഡനത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പലതരത്തിൽ പീഡിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെ
അതെ അതെ, ഇങ്ങനെ ഭ്രൂണഹത്യക്ക് അവരെ വിധേയമാകാൻ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ വധഭീഷണി മുഴക്കുക, പലതരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഈ തരത്തിലുള്ള കുറ്റാരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ആ പരാതിക്കാരി രംഗത്ത് വന്നതോടെ മെയിലിലൂടെ പരാതി കിട്ടിയതോടെ പോലീസ് ഒരു പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുകയും തന്ത്രപരമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ കേരളം ഈ കൈരളി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായ നടപടികളിലൂടെ ഈ ഒരു പീഡനം അതിജീവിതകൾക്കൊപ്പമാണ് കേരളവും കേരള ഗവൺമെന്റും കേരള പൊതുസമൂഹവും എന്ന് പറയുന്ന ആ ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ നടപടി പുരോഗമിക്കുന്നത്. അതിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉയരുകയാണ്. അജിം ഷാ, തീർച്ചയായും രാജ്കുമാറാണ് അവിടെ നിന്നും ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങൾ കൂടി നൽകുന്നത്. വലിയ പ്രതിഷേധം മനു, വലിയ പ്രതിഷേധമാണ് അവിടെ യുവത തീർക്കുന്നത്. കാരണം അതിന് നിദാനമായ നിരവധി സംഭവഗതികളുണ്ട്. കാരണം ഈ കോൺഗ്രസ് ഈ കാട്ടുന്ന മൗനം, കോൺഗ്രസ് കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തത്. എന്നിട്ടും കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് സീറ്റ് നൽകി. അതടക്കം കോൺഗ്രസിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട് ഈ വിഷയത്തിൽ എന്ന് ആവർത്തിക്കുകയാണ്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അധാർമിക പ്രവൃത്തി ഇവിടെ എൻ ഷംസീർ നിരീക്ഷിച്ചത് കേട്ടില്ലേ മനു? ദാ നോക്കൂ. തീർച്ചയായും നമ്മൾ ആ വലിയ പ്രതിഷേധം, നാട് എങ്ങനെ പ്രതികരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA എന്നതാണ് അജിം ഷാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജിം ഷാ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വം പറയുന്ന ന്യായീകരണം എന്താണ്? ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, അതുകൊണ്ട് ഇനി അയാളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നാണ്. അങ്ങനെ കൈ കഴുകാൻ പറ്റുമോ? അങ്ങനെ ഉടുപ്പൂരി മാറ്റിയാൽ തീരുന്നതാണോ ഈ പാടുകൾ, കറകൾ എന്നതാണ്, ഈ രക്തക്കറകൾ, ഈ പാപക്കറകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി വരുന്നത്. മനു, എന്തായാലും തുടരാം. വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും സമഗ്രമായി നമ്മുടെ ന്യൂസ് ടീം വിവിധ കോണുകളിലുണ്ട്. എല്ലാ വാർത്തകളും ഒപ്പിയെടുത്ത ആ നിമിഷം തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അലയടിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഒരു കാര്യം ഓർക്കൂ, ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിളമ്പിക്കൊണ്ടാണ് ആ പ്രതിഷേധം നടത്തുന്നത്. നിങ്ങൾ ഓർമ്മയുണ്ടാകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊതിച്ചോറിനെ ആക്ഷേപിച്ച, അതിന്റെ മറവിൽ അനാശാസ്യമാണ് എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് നികൃഷ്ടമായ നാവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ആ നാവുകൊണ്ട് പൊതിച്ചോറിനെ ആക്ഷേപിച്ച് രാഹുൽ ഇന്ന് തല താഴ്ത്തി നിൽക്കുകയാണ് ഈ കേരളത്തിന്റെ മുന്നിൽ. അതേസമയം തന്നെ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച അതേ ജനറൽ ആശുപത്രിയിൽ പൊതിച്ചോറ് വിളമ്പിക്കൊണ്ട് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം തീർക്കുന്ന ഡിവൈഎഫ്ഐയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ പൊതിച്ചോറിനെയാണ്, ആയിരക്കണക്കിന് അമ്മമാർ സ്നേഹത്തിന്റെ അടുക്കളയിൽ തീർക്കുന്ന ഈ പൊതിച്ചോറിനെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ക്രിമിനൽ, കൊടും ക്രിമിനൽ അധിക്ഷേപിച്ചത്. അതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും കാലം ഒന്നിനോടും കണക്ക് പറയാതെ കടന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപദ്യാപിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര ഉയരത്തിൽ പറന്നാലും ആകാശം നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിങ്ങനെ താഴെ ഇറക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കിയിരിക്കുകയാണ്. നമ്മളിതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെയ്തതിനൊക്കെയും ഈ കാലം എണ്ണി എണ്ണി പകരം ചോദിക്കുന്നത് കാണുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. വൻ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ആ പ്രതിഷേധം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മുദ്രാവാക്യം വിളികളോടെ പോലീസ് ജീപ്പിന് മുൻപിലേക്ക് പ്രവർത്തകർ ഓടിയെത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതപ്പെടുത്തുന്നത്, ഒരു കൂസലോ ഒരു ജാള്യതയോ ഇല്ലാതെ ആ പോലീസ് ജീപ്പിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖഭാവമാണ് നമുക്ക് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെയൊക്കെ അയാൾ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്, ഈ വിഷയങ്ങളോടൊക്കെ അയാൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് അയാളുടെ ഇപ്പോഴത്തെയും കൂസലില്ലാത്ത മുഖഭാവത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.